ഞങ്ങളിപ്പോ കോട്ടയത്താണ്. കോട്ടയത്ത് വന്നപ്പോ ജസ്റ്റ് വാഗമൺ വരെ ഒന്ന് പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ നേരെ ഫാമിലിയായിട്ട് നേരെ വാഗമണിലേക്ക് വിട്ടു. കോട്ടയത്തുനിന്ന് ഏകദേശം 52 കിലോമീറ്ററോളം ഉണ്ട് വാഗമൺ. നമ്മുടെ പാലാ, ഈരാറ്റുപേട്ട റൂട്ട് നേരെ നല്ല റോഡാണ് ട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഏറ്റവും നല്ല റോഡുകളാണ് പാലാ ഭാഗത്തുണ്ടെന്നുള്ളത് ശരിയാണ്. പാലാ, കോട്ടയം ഭാഗത്തൊക്കെ നല്ല കിടിലൻ റോഡാണ്. കാല് കൊടുത്ത വണ്ടി നിർത്തിപ്പോകുന്നത്. ഞങ്ങളിടയ്ക്ക് വാഗമൺ എത്തുന്നതിന് മുമ്പ് ചായ കുടിക്കാൻ നിർത്തി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങള് 2 ഫാമിലി ഉണ്ടായി. 2 കാറിലാണ് പോകുന്നത്. ഞങ്ങള് അങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങി. വാഗമൺ എത്തുന്നതിന് ഒരു 10, 15 കിലോമീറ്റർ മുമ്പ് ഞങ്ങള് ചായ കുടിക്കാൻ ഇറങ്ങി. അങ്ങനെ വാഗമണിലേക്കൊരു യാത്ര. 2 ദിവസത്തെ യാത്രയാണ്. ഞങ്ങളവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ റൂമില് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാന്നുള്ള രീതിയിലാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ്, കിയ വണ്ടിയിലും ടാറ്റ പഞ്ച് എന്ന് പറഞ്ഞ വണ്ടിയിലും കൂടെയാണ് ഞങ്ങള് യാത്ര ചെയ്യണെ. ഞങ്ങളൊരു 9, 10 പേരുണ്ട് മൊത്തത്തില്, പിള്ളേരടക്കം. 2 ഫാമിലിയാണ്. ഞങ്ങള് കോട്ടയത്തുള്ള ഒരു ഫാമിലിയുണ്ട്, ഞങ്ങടെ ഫാമിലിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയതാണ്. അവരുടെ വീട്ടിൽ വെച്ച് പ്ലാൻ ചെയ്ത് നേരെ വാഗമണ്ണിൽ പോവാന്നും പറഞ്ഞങ്ങനെ നേരെ വണ്ടി എടുത്ത ഒറ്റ പോക്കാണ്. വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോഴാണ് ചായക്കടയൊക്കെ കണ്ടപ്പോൾ നമ്മുടെ റോഡിനൊക്കെ വീതി കുറവായതുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങളൊരു ചെറിയ ചായക്കട കണ്ടപ്പോൾ അവിടെ പാർക്ക് ചെയ്തു. ചായക്കട അത്യാവശ്യം ഒരു കാലിച്ചായ കുടിച്ചു. അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. എല്ലാ വീടും ചായക്കടയും കൂടെ ഉള്ള ഒരു ഇതാണ്. ഞങ്ങൾ ചായയും കുടിച്ചു, സ്നാക്സും കഴിച്ചു. നല്ല ഒരു ചേട്ടനായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതിയെ ഇറങ്ങാനുള്ള പ്ലാനിലാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ റൂട്ടിൽ നല്ല തിരക്കൊക്കെ ഉണ്ടാവണതാണ്. ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഇല്ല. വണ്ടികൾ കുറവാണ്. വാഗമണിൽ തണുപ്പുണ്ടോന്ന് അറിയില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ചെറിയൊരു തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വലിയ തണുപ്പുണ്ടോന്ന് അറിയില്ല. വാഗമണിലെ ക്ലൈമറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. തണുപ്പായാലും ചൂടാണെങ്കിലും നമ്മളെന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ. അപ്പം ഇനിയിപ്പോൾ ഏതായാലും പോയി നോക്കിയിട്ട് കൊച്ചുണ്ട് ഞങ്ങളുടെ, 2, 2.5 മാസം ആയിട്ടുള്ളൂ. ആ കൊച്ചിനെ കൊണ്ടാണ് ഞങ്ങൾ പോണേ. അവള് വലിയ ശല്യം ഇതുവരെ ഉണ്ടാക്കിയില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കരയോന്നൊന്നും അറിയില്ല. ഞങ്ങൾ കൊച്ചൊക്കെ ആയിട്ടാണ് പോന്നേക്കണേ. അങ്ങനെ 2 വണ്ടിയിൽ ഞങ്ങൾ യാത്ര തുടരുവാണ്. അപ്പോൾ മഴയില്ല. മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ മഴ പെയ്യുന്നില്ല ഭാഗ്യത്തിന്. അങ്ങനെ ഞങ്ങൾ ദേ വാഗമണിൻ്റെ ഏകദേശം അടുത്തെത്തി. ദേ മലനിരകൾ കണ്ടോ? നല്ല അടിപൊളി മലനിരകൾ. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു തണുപ്പൊക്കെ ഉണ്ട് ട്ടാ. ചെറിയൊരു തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മഴയില്ല. കേരളത്തിൽ ഇത്തവണ മഴ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ശരിയാണ് ട്ടോ. മഴ വലിയ കാര്യമായിട്ട് പെയ്തിട്ടില്ല. ഇനി വാഗമൺ എത്തുമ്പോൾ മഴ പെയ്യുമെന്ന് അറിയില്ല. അങ്ങനെ ഒരുപാട് വണ്ടിക്കാർ വന്ന് നിർത്തുന്നുണ്ട്. ഒരു വ്യൂ പോയിന്റ് പോലെയാണേ. ഐസ്ക്രീം മേടിക്കാൻ നിർത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ട്. അതേ കൊച്ചിനെ എടുത്ത് കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ച് നല്ല ഉറക്കത്തിലാണ്. ആളുടെ ആദ്യത്തെ യാത്രയാണ്. കന്നി യാത്രയാണ്. 3 മാസം ആയിട്ടില്ല കൊച്ചിന്. അങ്ങനെ ഞങ്ങൾ വണ്ടി പതിയെ എടുത്ത് വാഗമണിലേക്ക് പതിയെ പോവാനുള്ള ഒരു പ്ലാനാണ്. അപ്പോഴത്തേക്കും ഇവിടെ വണ്ടി ഒതുക്കിയിട്ടപ്പോൾ ഒരു ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചിക്കുമോൾക്കൊക്കെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി ഒരു 10 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ വാഗമൺ ടൗൺ ആയി. ഞങ്ങളുടെ റൂം ബുക്ക് ചെയ്തേക്കണത് ടൗണിൽ നിന്ന് കുറച്ച് അകത്തേക്കൊക്കെ പോകണം. റൂം ബുക്ക് ചെയ്തേക്കണത്. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായി. അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. എല്ലാവരും ഫോട്ടോ ഒക്കെ പകർത്തി പുറത്തിറങ്ങി. അങ്ങനെ നല്ലൊരു നൈസ് യാത്രയായിരുന്നു. യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിള്ളേർക്കൊക്കെ അതായത് ദുബായിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ട്, നമ്മുടെ കസിൻസ്. അവരുണ്ട് ഈ ട്രിപ്പിൽ. അവരും ഫാമിലിയും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഈ ട്രിപ്പിൽ. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ യാത്ര പോയി ഞങ്ങളങ്ങനെ വാഗമൺ എത്തി. വാഗമൺ അത് നൈറ്റാണ് അവിടെ എത്തി. നൈറ്റ് അവിടെ വാഗമൺ ൻ്റെ അവിടെ അഡ്വഞ്ചർ പാർക്കിൽ പോയി. അഡ്വഞ്ചർ പാർക്കിലെ സീനറികളാണ് ഈ കാണുന്നത്. രാത്രി നിറയെ ആൾക്കാരുണ്ടായിട്ടോ അഡ്വഞ്ചർ പാർക്കിൽ. അവിടെ വാഗമൺ എഴുതി വെച്ചേക്കണ ഒരു ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. രാത്രിയായപ്പോൾ അവിടെ മ്യൂസിക് DJ പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ പാട്ടും ആസ്വദിച്ച് ഞങ്ങളെല്ലാവരും ആസ്വദിച്ച് പാട്ടും മേളമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു രാത്രി. നല്ല തണുപ്പുണ്ടായിട്ടായിരുന്നു. വാഗമണിലെത്തിയപ്പോൾ നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് വെച്ചാൽ അത്യാവശ്യം ചെറിയ കാറ്റുമുണ്ട്, നല്ല തണുപ്പുമുണ്ട്. ആ തണുപ്പും കൊണ്ടാണ് നിൽക്കണത്. കൊച്ചിന് നന്നായിട്ട് തണുപ്പടിച്ചിട്ട് എന്താവുമെന്ന് അറിയില്ല. കൊച്ചിന് പനി പിടിക്കാണ്ടിരുന്നാൽ മതി. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.
ചേച്ചിയും പിള്ളേരൊക്കെ കിടന്ന് നല്ല തുള്ളലാ. മഞ്ജുവിന് തുള്ളാൻ പറ്റില്ല. മഞ്ജുവിന്റെ കയ്യിൽ കൊച്ചിരിക്കണോണ്ട് മഞ്ജുവിന് തുള്ളാൻ പറ്റില്ല. അതായത് നല്ല പരിപാടിയാണ് അഡ്വഞ്ചർ പാർക്കിൽ. മ്യൂസിക്, വാട്ടർ മ്യൂസിക്കാണ്. നല്ല പരിപാടി, നല്ല രസമുണ്ടായി, നല്ല ആംബിയൻസ് ഉണ്ടായി. തണുപ്പാണ് ഭയങ്കരം. നമുക്ക് മലയുടെ മുകളിൽ നിൽക്കണോണ്ടേ ഭയങ്കര തണുപ്പടിക്കുക. ഈ തണുപ്പടിക്കണോണ്ട് എനിക്ക് ഈ തണുപ്പ് തീരെ പറ്റില്ല. അതുകൊണ്ട് ഞാനാണ് സ്വെറ്റർ കൊടുത്തില്ല. ഇത്ര തണുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അതല്ലെങ്കിൽ സ്വെറ്ററൊക്കെ എടുത്തോണ്ട് വന്നേനെ. പക്ഷെ മിക്കവരും സ്വെറ്ററൊന്നും ഇട്ടിട്ടില്ല. നമുക്കതൊരു തണുപ്പല്ല കാര്യം പറഞ്ഞാൽ. പക്ഷെ എന്നാൽ തണുപ്പ് ഇല്ലേന്ന് വെച്ചാൽ തീരെ ഇല്ല എന്നല്ല, ഒരു മീഡിയം. തീരെ കുറവുമല്ല എന്നാൽ തീരെ കൂടുതലും അല്ല. അങ്ങനത്തെ രീതിയിലുള്ള തണുപ്പാണ്. ഇന്ന് രാത്രി ഈ പ്രോഗ്രാമുള്ളൂ, മ്യൂസിക് ഡാൻസ് പ്രോഗ്രാമാണ്. രാവിലെ വന്നാലാണ് അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഞങ്ങൾ ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ ഇതെൻ്റെ പകൽ കാഴ്ച. നേരം വെളുത്തു, കണ്ട കാറ്റ്, കണ്ട കോടമഞ്ഞ്. കോടമഞ്ഞ് നോക്കിയാൽ മലയിൽ നിന്ന് കോടമഞ്ഞ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോണേണ്. ഇത് ഞങ്ങളുടെ റൂം ഇതാണ് കേട്ടോ, ഞങ്ങളുടെ റൂം. ഞങ്ങൾ ഈ മൊത്തത്തിൽ ഈ കോട്ടേജ് മൊത്തത്തിൽ ഞങ്ങൾ എടുത്ത്. അപ്പോൾ ഒരു നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളൊരു കോട്ടേജാണ്. അത്യാവശ്യം വലിയ റേറ്റ് ഒന്നുമില്ല, നിസ്സാരം റേറ്റൊക്കെ ഉള്ളൂ. ഞങ്ങൾ 9 പേർക്ക് കുറച്ച് അധികം പൈസയൊന്നും ആയില്ല. എന്തായാലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ കൊടുത്തേക്കാം. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ റൂമൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. ഫുഡ് ഉണ്ടായില്ല. ഫുഡ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണത്. ഫുഡ് വയ്ക്കാനുള്ള സെറ്റപ്പ് ഒന്നും അവിടെ ഇല്ല. ഇൻഡക്ഷൻ കുക്കർ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം, അത്യാവശ്യം വേണ്ടവർക്ക്. ആ ഒരു സെറ്റപ്പ് ഉള്ളൂ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്താ താഴത്തേക്ക് നല്ല വ്യൂ പോയിന്റാണ്. മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടും നമുക്ക്. ഇത് അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള വഴിയാണ്. ആ ഉള്ളിലേക്ക് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ കയറി അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പം മുകളിലെത്തിയപ്പോൾ ഭയങ്കര കോടമഞ്ഞ്. കോടമഞ്ഞ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റും നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെയുള്ള കാണാത്ത രീതിയിലുള്ള കോടമഞ്ഞ് വന്നു. പെട്ടെന്ന് അവിടെ ഒരു ലൈറ്റായിട്ടുള്ള മഴ. ഇതൊരു തടാകമുണ്ട്, അവിടെ കയാക്കൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു മഴയൊക്കെ പെയ്തായിരുന്നു. പെട്ടെന്ന് അതിനെ മാറുകയും ചെയ്തു. പൊടിമഴ പെയ്തത്. പിള്ളേർക്കുള്ള ആക്ടിവിറ്റീസാണ് മൊത്തം. ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ വന്ന പോലെയല്ല, ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് കണ്ട. ഇത് മൊട്ടക്കുന്നാണ്. മൊട്ടക്കുന്നിൽ കയറി പട്ടമൊക്കെ പറത്തി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ വാഗമൺ യാത്ര എല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലൈമറ്റായിരുന്നു. മഴയൊന്നും അധികം ശല്യപ്പെടുത്തിയില്ല. ചെറിയൊരു പൊടിമഴ വെച്ച് വേറെ ശല്യങ്ങളൊന്നും ഉണ്ടായില്ല. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് രാത്രി അവിടുത്തെ കാഴ്ചയുണ്ട്. അവിടെ നല്ല തിരക്കായിരുന്നു രാത്രി. അപ്പോൾ ഇനിയും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ മുന്നോട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. അങ്ങനെ അവിടെ മറ്റേ സിപ്പ് ലൈനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സിപ്പ് ലൈനിൽ ഞങ്ങളുടെ കസിൻ ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചു പോയി, അവൻ്റെ അമ്മയും സിപ്പ് ലൈനിൽ കയറിയായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, ഞാൻ കയറിയില്ല. ഞാൻ ഈ വക ഐറ്റംസിലൊന്നും കയറില്ല, നമുക്ക് പേടിയാണ്. കാര്യം ഇത്രയും പ്രായമൊക്കെ ആയെങ്കിലും നമുക്ക് പേടിയാണ്. മഞ്ജുവിനോട് കണ്ടുകൊണ്ട് മഞ്ജുവും കയറിയില്ല. എന്തായാലും നല്ല രസകരമായിട്ടുള്ള ട്രിപ്പായിരുന്നു. സിപ്പ് ലൈനൊക്കെ അടിപൊളി. പിള്ളേർക്കുള്ള ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.